അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബാഹിസ് റിവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് അബ്ദുൽ വാരിസ് സഖാഫി വിസ്മയ ജീവിതം എന്നത്. പണ്ഡിതനായി, ശിഷ്യനായി, സംഘാടകനായി ഓടി നടന്ന വിസ്മയം തീർത്ത അബ്ദുൽ വാരിസ് സഖാഫി അസ്തമിക്കാത്ത അവിടത്തെ അനാന്തര മൂല്യങ്ങളെ ചെറിയ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയ ഗ്രന്ഥം. പ്രബോധകന്റെ ജീവിതം രൂപപ്പെടുത്താനൊരുങ്ങുന്ന മഹാമനീഷിയുടെ ജീവിതത്താളുകളിലൂടെയുള്ള ഒരു സഞ്ചാരം. എത്ര നൂറ്റാണ്ടുകൾ ജീവിച്ചു എന്നതല്ല, ലഭ്യമായ ആയുസ്സ് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതനുസരിച്ചാണ് പ്രതിഭാശാലികളുടെ ജീവിതചരിത്രം. ഒരു മഹാജീവിതത്തിന് ആമുഖമെഴുതുക എന്നത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. വാക്കുകൾക്കൊതുങ്ങുന്ന ജീവിതമാവുമ്പോൾ അവിടെ അക്ഷരങ്ങൾ വിറയാർന്നു നിൽക്കും. വാരിസ് സഖാഫിയുടെ വിയോഗത്തിൽ നാം ഏറെ വേദനിക്കുന്നുണ്ടെങ്കിലും സംതൃപ്തമായ കർമ്മജീവിതം സന്തോഷിച്ചതിന് ശേഷമാണ് സഖാഫി യാത്രയായിട്ടുള്ളത്. കൂടുതൽ കാലം കൂടെയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിനാൽ നാം നിരാശരാകേണ്ടി വന്നു എന്നുമാത്രം. ശാന്തമായിരുന്ന വാരിസ് സഖാഫിയുടെ ജീവിതാരംഭം. ഗ്രന്ഥാക്ഷരികളിൽ ചമ്രപ്പടിഞ്ഞിരിക്കുന്ന മുതഅല്ലിമായി നീണ്ട വർഷങ്ങൾ ജ്ഞാനതൃഷ്ണയുടെ വിടർന്ന നയനങ്ങളുമായി മതത്തിന് കാവൽ നിന്ന മുദരിസായി നമുക്കാർക്കും പിടിതരാതെ അസംഖ്യം പദ്ധതികളുടെ സംഘാടകനായി ആ ജീവിതം പൂത്തുലഞ്ഞു. സംശുദ്ധമായ ജീവിതവും കറപുരളാത്ത ആത്മാർത്ഥതയും സ്വന്തം പുഞ്ചിരിച്ച് കാണുന്ന മുഖവും പ്രബോധനത്തിന്റെ ആത്മാവായി സ്വീകരിച്ച് സഖാഫി തൃപ്തിയിൽ നടന്നു. ശൈഖുനാ തങ്ങളുസ്താദാണ് ഓർമ്മപുസ്തകം എന്ന ആശയം ആദ്യമായി മുന്നോട്ടുവച്ചത്. പിന്നെ സഞ്ചാരങ്ങളായിരുന്നു. വാരിസ് സഖാഫി നടന്ന കാൽപ്പാടുകൾ തേടി, അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കണ്ണീരൊഴുക്കുന്ന ഗ്രാമങ്ങൾ തേടി, അനുഭവങ്ങൾ സംബന്ധിച്ചെടുത്ത സന്നിധാനങ്ങൾ അന്വേഷിച്ച്, കണ്ടുമുട്ടാൻ സാധിക്കാത്തവരും പറയാൻ സാധിക്കാത്തവരും സംസാരിക്കാൻ മൊഴിമുട്ടക്കാൻ സാധിക്കാത്തവരും ഇനിയുമേറെ. ഒടുക്കം ലളിതമായ രൂപത്തിലാണെങ്കിലും ആ ജീവിതത്തെ ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. വാരിസ് സഖാഫി മാത്രമേ വിട പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം മറിച്ചിട്ട ജീവിതാനങ്ങൾ ഓരോന്നും ഈ അക്ഷരങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലുണ്ട്. അബ്ദുൽ വാരിസ് സഖാഫി എന്ന പ്രതിഭയുടെ ജീവിതപരിസരങ്ങളെ നനച്ചു വളർത്തിയ ഘട്ടങ്ങൾ, കണ്ടുമുട്ടിയ സന്നിധാനങ്ങൾ, ആർജിച്ചെടുത്ത മഹത്വങ്ങൾ എല്ലാം കോർത്തിണക്കുന്നു. ഉസ്താദ് അബ്ദുൽ വാരിസ് സഖാഫിയുടെ വിയോഗത്തിൽ മഅദീനിലെ മണിൽത്തിരകൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീണ്ട വർഷം അധ്യാപനവുമായി അദ്ദേഹം മഅദീനോട് ചേർന്നു നിന്നു. അകം നിറയെ അതിനെ സ്നേഹിച്ചു. ആ വെള്ളം അതിനെ ആദരിച്ചു. പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും തളരാത്ത മഅദീനിന്റെ ആത്മാവിടനെ ചേർന്നുവെച്ചു. വാരിസ് സഖാഫി എന്ന ഗുരു പരതിയ ജ്ഞാനവെളിച്ചത്തിൽ നിന്ന് ആവോളം നുകർന്ന ശിഷ്യഗണങ്ങൾ ആ ദൈശാനിക ജീവിതത്തിന്റെ തൂവെളിച്ചം തലമുറകളിലേക്ക് കൈമാറാനുള്ള വാരസ്യങ്ങൾ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഊഷ്മളതകളിലേക്ക് ഓരോന്വേഷണം. വിസ്മയ ജീവിതത്തിന്റെ 2ാം പതിപ്പാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ പതിപ്പിനെ വായനകൾ ഹൃദയം നിറഞ്ഞ് സ്വീകരിച്ചതാണ്. 2ാം പതിപ്പ് പുറത്തിറക്കാൻ ഞങ്ങൾക്ക് പ്രേരണയായത് ദിവസങ്ങൾക്കുള്ളിൽ ആയിരങ്ങളാണ് പുസ്തകത്തെ നെഞ്ചോട് ചേർത്തത്. വാരിസ് സഖാഫി ഇല്ലാത്ത ലോകത്ത് ആ ദൗത്യം ഇപ്പോൾ നിർവഹിക്കുന്നത്
ഈ പുസ്തകമാണ്. ആ ജീവിതത്തോട് ചേർന്നുള്ള ഈ വായന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ട് ധർമ്മജീവിതത്തിന്റെ വിഹായുസിലേക്ക് നമ്മെ മാടി വിളിക്കും തീർച്ച. ഞാൻ ഈ പുസ്തകം വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് വാരിസ് സഖാഫി എന്ന പുസ്തകം. ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഭാഗമാണ് ഉപ്പയെ പോലെ സ്നേഹിച്ച ഗുരു. ജനങ്ങളോട് ഇടപഴകേണ്ടത് എങ്ങനെയാണെന്നും ഒരു പ്രബോധകന്റെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും ഉസ്താദ് ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ദഅവയിൽ ചേർന്ന കാലത്ത് എനിക്ക് ദഹന സംബന്ധിയായ അസുഖമുണ്ടായിരുന്നു. എൻ്റെ അസുഖം മനസ്സിലായ ഉസ്താദ് എന്നെ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞു, "നീ എന്നും പഴങ്ങൾ നന്നായി കഴിക്കണം. ആരും കാണാതിരിക്കാൻ നീ എൻ്റെ റൂമിൽ വന്ന് കഴിച്ചോളൂ. പൈസ ഞാൻ തരാം." ഒരു അധ്യാപകൻ പിതാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുന്ന ഞാൻ അന്ന് അനുഭവിച്ചറിഞ്ഞു. വൈസനിയം സ്നേഹസഞ്ചാരം കാലത്ത് കൂട്ടായി ജുമുഅ മസ്ജിദിലായിരുന്നു. ഞങ്ങൾ കാണാൻ ഐസ്ക്രീമുമായി ഉസ്താദ് എത്തി. ഓരോരുത്തരുടെയും തോളിൽ കൈയിട്ട് സുഖവിശേഷങ്ങൾ അന്വേഷിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അസുഖത്തെക്കുറിച്ച് അന്വേഷിച്ചു. ശിഷ്യന്മാരുടെ ഭൗതിക വിദ്യയിലും അതീവ ശ്രദ്ധയായിരുന്നു ഉസ്താദിന്. ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചത്. ഇത് വായിച്ചാൽ നമ്മളുടെ ഹൃദയത്തെ ഈ പുസ്തകം അതിലേക്ക് അലിയിച്ചെടുക്കും. ഈ പുസ്തകം നമ്മളുടെ എല്ലാം മാതൃകയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.